ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാവിലെ പുറത്തേക്ക് വന്ന നികേഷിന്റെ അമ്മ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഫോണിൽ ആരെയോ വിളിക്കാനായി ശ്രമിക്കുകയാണ്. ഈ സമയം പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി നികേഷിന്റെ അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. അരികിലേക്ക് ചെന്ന് നിധി ചോദിക്കുന്നു, സുഖമാണോ? അമ്മ പറയുകയാണ്, സുഖം. എന്താ ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത്? നിധി പറയുന്നു, ഓ അതല്ല, പുതിയ സ്ഥലമല്ലേ, നന്നായി ഉറങ്ങിയോന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അമ്മ പറയുന്നു, എനിക്ക് അറിയാവുന്ന സ്ഥലം തന്നെയല്ലേ, ഞാൻ ഇവിടെ താമസിച്ചിട്ടുള്ളതല്ലേ, ഞാൻ നന്നായി ഉറങ്ങി. അമ്മയുടെ നാട് എവിടാണെന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, എന്റെ നാട് ഇതാ. നിധി എന്റെ വീട്ടിലേക്ക് വന്നതാണല്ലോ. അപ്പൊ നിധി പറയുകയാണ്, ഇവിടല്ല, നോർത്തില്. അമ്മ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്റെ നാട് ഗുജറാത്തിനടുത്താണെന്നോ. ഇപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, അമ്മയും അച്ഛനും ഒക്കെ അവിടെയായിരുന്നു, ഇപ്പൊ ആരുമില്ല, അവര് മരിച്ചുപോയി. അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. നിധി ചോദിക്കുന്നു, അമ്മയ്ക്ക് സഹോദരങ്ങൾ ആരുമില്ലേ? അപ്പോഴമ്മ പറയുകയാണ്, എനിക്ക് സഹോദരങ്ങളായിട്ട് ആരുമില്ല, ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് കുറെ വർഷങ്ങളായില്ലേ, അവരോട് ആരോടും ഞാൻ സംസാരിക്കാറേ ഇല്ല. ഇവിടെ ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, ഇവിടെ ആരും എനിക്ക് റിലേറ്റീവ്സ് ആരുമില്ല. അമ്മ തനിച്ചാണോ താമസിച്ചതെന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, അതെ മോളെ, ഞാൻ തനിച്ചാ താമസിച്ചിരുന്നത്. അടുത്തൊക്കെ ജോലിക്ക് പോകുമായിരുന്നു. എന്ത് ജോലിക്കെന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, പാചകത്തിന് വിളിച്ചാൽ ഞാൻ പോകും, വീട്ടു ജോലിക്കും പോകാറുണ്ട്. നിധി ചോദിക്കുന്നു, അമ്മ ആരെയോ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നില്ലേ? അമ്മ പറയുന്നു, ഇല്ല, ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു. നിധി പറയുകയാണ്, അമ്മ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ, ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അമ്മ പറയുന്നു, അതെ അതെ, ഞാൻ മെസ്സേജ് അയക്കുകയായിരുന്നു. എന്നോടൊക്കെ ആര് സംസാരിക്കാനാ, ജോലിക്ക് ചെല്ലുമ്പോൾ വന്നോ, ജോലി ചെയ്യ്, ഭക്ഷണം എടുത്ത് കഴിക്ക്, അത്രയൊക്കെ ഉള്ളൂ സംസാരങ്ങൾ. അങ്ങനെ തന്നെ വർഷങ്ങൾ കടന്നുപോയി. നിധി ഓർക്കുന്നു, നികേഷിന്റെ അമ്മ താമസിച്ച വീട്ടിൽ ഒരാളും കൂടി ഉണ്ടെന്ന് സുധീഷ് പറഞ്ഞത്. അത് ആരാണെന്നറിയില്ല, അതവരുടെ ഹസ്ബൻഡ് ആണോ എന്ന് സുധീഷ് സംശയത്തോടു കൂടി പറഞ്ഞത് ഓർക്കുകയാണ് നിധി. തുടർന്ന് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിധി ചോദിക്കുന്നു, അമ്മയുടെ ഒപ്പം ഒരാൾ ഉണ്ടായിരുന്നല്ലോ, അതാരാ? ടെൻഷനോടുകൂടി അമ്മ ചോദിക്കുന്നു, ആരുടെ കാര്യം പറയുന്നത്? അമ്മയുടെ കൂടെ ഒരാൾ താമസിക്കുന്നില്ലായിരുന്നോ എന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, ഇല്ല, അങ്ങനെ ആരുമില്ല, മോള് വന്നപ്പോൾ കണ്ടതല്ലേ, ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിധി പറയുകയാണ്, ആദ്യം സുധീഷ് അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ അയാളെ കണ്ടു എന്നാ പറഞ്ഞത്. അമ്മ പറയുന്നു, അത് ചിലപ്പോൾ അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും. പുഞ്ചിരിച്ച് അവരെ ശ്രദ്ധിക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, അമ്മായിയമ്മയും മരുമകളും നല്ല സംസാരത്തിലാണല്ലോ. അമ്മ പറയുന്നു, അടുത്തുള്ള ആളുകളൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ കയറി വരാറുണ്ട്, അല്ലാതെ എനിക്കാരുമില്ല, ഞാൻ തനിച്ചാ താമസിച്ചിരുന്നത്. ഞാൻ അകത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ നികേഷിന്റെ അമ്മ അകത്തേക്ക് പോകുമ്പോൾ നിധി സംശയത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ച് അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ അമ്മായിയമ്മയും മരുമകളും കൂടി ഒരു സംസാരം? നിധി ചോദിക്കുന്നു, ആര്? അവരെന്റെ അമ്മായിയമ്മയാണോ? അവരെങ്ങനെ എന്റെ അമ്മായിയമ്മയാകും? സുധീഷ് പറയുകയാണ്, നിധി, അത് നമ്മുടെ നികേഷിന്റെ അമ്മയല്ലേ, അപ്പൊ നിധിയുടെ അമ്മായിയമ്മയല്ലേ? നിധി ചോദിക്കുന്നു, നികേഷിന്റെ അമ്മ എങ്ങനെ എന്റെ അമ്മായിയമ്മയാകും? സുധീഷ് പറയുകയാണ്, ഞങ്ങൾ നികേഷിനെ സ്വന്തം അനുജനായിട്ടാ കാണുന്നത്. നിധി, അപ്പോ ഞങ്ങളുടെ അനുജനായിട്ട് നികേഷിനെ കാണുന്നില്ലേ? നിധി പറയുന്നു, കൂടുതൽ ഡ്രാമ കളിക്കണ്ട, നികേഷിനെ നിങ്ങളുടെ അനുജനായിട്ട് തന്നെ ഞാൻ കാണുന്നത് എന്ന് കരുതി അവരെങ്ങനെ എന്റെ അമ്മായിയമ്മയാകും? സുധീഷ് പറയുകയാണ്, നികേഷിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ സ്ഥാനമാണ്, അപ്പൊ നിധിക്ക് അമ്മായിയമ്മയല്ലേ? നിധി പറയുകയാണ്, നിങ്ങളുടെ അമ്മ എങ്ങനെ എന്റെ അമ്മായിയമ്മയാകും? ഞാൻ എന്താ സുധീഷിന്റെ ഭാര്യയാണോ? മനസ്സിലിരിപ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞ നിധി അകത്തേക്ക് പോവുകയാണ്. സുധീഷ് പറയുകയാണ്, ഞാൻ ശരിക്കും ആരെങ്കിലും പ്രണയിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ആ പെണ്ണ് പോലും ഈ വീടിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ഈ വീടിന് വേണ്ടി എന്തെല്ലാമാണ് നിധി ചെയ്യുന്നത്, എന്നിട്ട് ഈ വീടുമായി ഒരു ബന്ധവും ഇല്ല. എന്റെ നിധി, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ലല്ലോ. തുടർന്ന് അടുക്കളയിലേക്ക് ചെന്ന നികേഷ് സന്തോഷത്തോടു കൂടി അമ്മയുമായി സംസാരിച്ചു നിൽക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും നിധിയും. നിധി പറയുന്നു, ഇതുവരെ അച്ഛൻ വീട്ടിലേക്ക് വന്നില്ലല്ലോ, രാത്രി മുതലേ ആളെ കാണുന്നില്ല, ആ മനുഷ്യൻ ഇങ്ങി വരുമെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊന്നും അല്ല, നികേഷിന്റെ അമ്മ തിരിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനായിരിക്കുമെന്നാ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല, വല്ലാത്ത ദേഷ്യമാണ്. ഞാൻ വിചാരിച്ചു അച്ഛൻ സന്തോഷത്തോടു കൂടി എല്ലാവരോടും പറയും, ഞാൻ എന്റെ ഭാര്യയെ കൊന്നിട്ടില്ല, അവള് ജീവനോടെ നിൽക്കുന്നത് കണ്ടോ എന്ന്. സുധീഷ് പറയുന്നു, ശരിയാ, ഞാനും അങ്ങനെയൊക്കെയാ വിചാരിച്ചിരുന്നത്, പക്ഷേ നികേഷിന്റെ അമ്മയോട് അയാൾക്ക് വല്ലാത്ത വെറുപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ എന്തോ കഥയുണ്ട്. ഇത് കേട്ട് നിധിയും സംശയത്തോടു കൂടി ഇരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. അകത്തേക്ക് കയറി വന്ന ഭാസ്കരനെ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, അച്ഛൻ അവിടെ നിന്നെ, രാത്രിയിലൊക്കെ എവിടെയായിരുന്നു? സുഭാഷ് പറയുകയാണ്, രാത്രി ഉറങ്ങാൻ പോലും അച്ഛൻ വീട്ടിലേക്ക് വന്നില്ല, അതാ എവിടെ പോയി എന്ന് ചോദിക്കുന്നത്. ഭാസ്കരൻ ചോദിക്കുകയാണ്, എന്താ രാത്രി മുഴുവൻ നിങ്ങൾ എന്നെ ഈ നാട് മുഴുവൻ അന്വേഷിച്ചോ? സുധീഷ് പറയുകയാണ്, അന്വേഷിക്കാൻ എന്താ കൊച്ചു കുഞ്ഞാണോ? രാത്രി എന്താ വരാഞ്ഞെന്നാ ചോദിച്ചത്. ഭാസ്കരൻ പറയുന്നു, ഇങ്ങോട്ട് വരാൻ എനിക്ക് തോന്നിയില്ല, അത്രേ ഉള്ളൂ. എന്തു പറ്റിയെന്ന് ചോദിച്ച നികേഷിന്റെ അമ്മ അവിടേക്ക് വരുമ്പോൾ പിന്നാലെ നികേഷും അവിടേക്ക് വരികയാണ്. ഹരീഷ് പറയുകയാണ്, എന്തിനാ ഇങ്ങനെ നാടകം കളിക്കുന്നത്? ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ, അവരോട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാമല്ലോ, ഇങ്ങനെ സംസാരിക്കാതെ നടക്കുന്നതിന്റെ പിന്നിൽ എന്താ കാരണം? കണ്ടു നിറങ്ങിയ നികേഷ്
നികേഷിന്റെ അമ്മ പറയുന്നു, ഞാൻ വന്നതുകൊണ്ട് നിങ്ങൾ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതാണോ? ഇതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നത്. ഞാൻ വന്നത് കാരണമല്ലേ രാത്രി പോലും ഇങ്ങോട്ട് വരാതെ ഈ വീട്ടിൽ നിന്നും മാറി നിന്നത്. ഇവരൊക്കെ നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ അന്വേഷിക്കില്ലേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുകയാണ്, ഒരൊറ്റ ഒരെണ്ണങ്ങ് തന്നാലുണ്ടല്ലോ അഭിനയിച്ച് തകർക്കുകയാണല്ലോ, ഇവിടെന്താ വല്ല അവാർഡും തരുന്നുണ്ടോ? ഇത് കേട്ട് നികേഷിന്റെ അമ്മ പൊട്ടിക്കരയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, പെട്ടെന്ന് അവള് വന്നിരിക്കുക അമ്മയുടെ പദവിയുമായിട്ട്. ഇപ്പൊ എവിടെ നിന്ന് വന്നു ഈ അമ്മ സ്നേഹം? നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് നിന്റെ മുഖം കാണാൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പോവാണെന്ന്. അതൊന്നും നീ ഇവരോട് പറഞ്ഞില്ലേ? നിധിയും സുധീഷും സംശയത്തോടു കൂടി നികേഷിന്റെ അമ്മയെ നോക്കുകയാണ്. ഭാസ്കരൻ പറയുകയാണ്, കണ്ടവളെയൊക്കെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണോ? എനിക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. നികേഷ് പറയുന്നു, ഇത് കണ്ടവളൊന്നുമല്ല, ഇതെന്റെ അമ്മയാ. എന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ താമസിച്ചാ മതി, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയ്ക്കോ. എനിക്കൊന്നും മനസ്സിലാകില്ലെന്ന് വിചാരിച്ചോ? ഇവിടെ താമസിച്ചാൽ നിങ്ങള് എന്റെ അമ്മയെ കൊല്ലുവെന്ന് പേടിച്ചിട്ടാണ് അമ്മ ജീവനും കൊണ്ട് ഈ വീട്ടിൽ നിന്നും മൂടിപ്പോയത്. ഭാസ്കരൻ സംശയത്തോടുകൂടി നികേഷിന്റെ അമ്മയെ നോക്കുകയാണ്. നികേഷ് പറയുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അമ്മ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്നു? എന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയ്ക്കോ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, ഞാൻ ഇറങ്ങിപ്പോണം. അനുഭവിക്കൂടാ, ഇതിനെല്ലാം നീയൊക്കെ അനുഭവിക്കും. ഇവളെ പറ്റി നിങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല. നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയാ ഇവളിപ്പോൾ നിനക്ക് പ്രിയപ്പെട്ടവളായി, ഞാനിപ്പോൾ നിനക്ക് വേണ്ടാത്തവനുമായി. നികേഷ് പറയുന്നു, അമ്മ എന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണം നിങ്ങളാണ്. കരഞ്ഞോട് നികേഷിന്റെ അമ്മ പറയുന്നു, നികേഷ് എനിക്ക് വേണ്ടി നീ നിന്റെ അച്ഛനോട് വഴക്കുണ്ടാക്കണ്ട. നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത്. നമ്മുടെ മകൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെ കാണണമെന്ന്, എന്റെ കൂടെ കഴിയണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണെന്ന് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുന്നു, മാറി നിക്കടി അങ്ങോട്ട്. ഈ ഡ്രാമയെല്ലാം ഇവരുടെ മുന്നിൽ കാണിച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. നികേഷ് പറയുന്നു, നിങ്ങൾ എന്തിനാ ഇപ്പോഴും അമ്മ നാടകം കളിക്കുകയാണെന്ന് പറയുന്നത്? അപ്പോഴമ്മ പറയുകയാണ്, നികേഷ് ചോദിക്കട, നീ ചോദിക്ക്. നിധിയും സുധീഷും സംശയത്തോടുകൂടി നികേഷിന്റെ അമ്മയൊന്ന് നോക്കിയിട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, അച്ഛനൊന്ന് ക്ഷമിക്ക്. അമ്മ ഇനിയും ഈ വീട്ടിൽ തന്നെ ആയിരിക്കും ജീവിക്കുക. അച്ഛൻ ദേഷ്യപ്പെടുന്നതിൽ ഒരർത്ഥവും ഇല്ല. അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കണ്ട. അച്ഛൻ എപ്പോഴും പുറത്തല്ലേ ഇരിക്കുന്നത്, അതുപോലെ ഇരുന്നാ മതി. അച്ഛന്റെ അമ്മയുടെയും വഴക്ക് കണ്ട് നികേഷ് വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ഇതോടുകൂടി ഈ സംസാരം അവസാനിപ്പിക്കുക. ഭാസ്കരൻ പറയുകയാണ്, അതേടാ, ഇവള് വരുന്നതിന് മുമ്പ് നികേഷ് ഇവിടെ കഷ്ടപ്പെടുകയല്ലായിരുന്നോ? ഇപ്പോഴാ അവൻ നന്നായി ജീവിക്കാൻ തുടങ്ങിയത്. ഒന്ന് പോടാന്ന് പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കരഞ്ഞുകൊണ്ട് നികേഷിന്റെ കയ്യിൽ പിടിച്ച അമ്മ പറയുന്നു, അമ്മ എന്താ വരാഞ്ഞതെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? വന്നാല് ഇതാ ഇവിടെ നടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. സുഭാഷ് പറയുന്നു, അമ്മ വിഷമിക്കണ്ട. ഇനി അച്ഛൻ അമ്മയൊന്നും പറയില്ല, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. തുടർന്ന് ഹരീഷ് കട ലീസിനെടുക്കുന്ന കാര്യം സുഭാഷിനോട് പറയുകയാണ്. ഹരീഷ് പറയുന്നു, പണം റെഡിയായെങ്കിൽ അതുമായി ചെന്നാ മതി, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കാമെന്ന ഓണർ പറയുന്നത്. സുഭാഷ് പറയുന്നു, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അങ്ങനെ സുഭാഷ് എഞ്ചിനീയറുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച പണം ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അകത്ത് നിൽക്കുന്ന നികേഷിന്റെ അമ്മ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നു, ഹരീഷ്, ഇതിൽ 1,00,000 രൂപയുണ്ട്. ഇത് നീ ഓണറുടെ കയ്യിൽ കൊടുക്ക്. 2-3 ദിവസത്തിനുള്ളിൽ ബാക്കി പണവും തരാമെന്ന് പറ. പുറത്തിരിക്കുന്ന ഭാസ്കരനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. മറിഞ്ഞു നിന്ന് നികേഷിന്റെ അമ്മ ആ പണത്തിലേക്ക് നോക്കുകയാണ്. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എന്റെ കയ്യിലും കുറച്ച് പണമുണ്ട്. അങ്ങനെ ഹരീഷ് പോക്കറ്റിൽ നിന്നും പണം എടുക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ ഹരീഷ്, നീ ഇത്രയൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? ഹരീഷ് പറയുകയാണ്, അത്രയ്ക്കൊന്നും ഇല്ല സുധീഷ് ഏട്ടാ. നികേഷിന് ഒരു സ്വർണ്ണ ചെയിൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ചെയിൻ വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് പണം ചേർത്ത് വെച്ചിരുന്നു. ആ കാശാണിത്. നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടാ, അപ്പൊ എനിക്ക് ചെയിനില്ലേ? ഹരീഷ് പറയുകയാണ്, വാങ്ങി തരാമടാ. ഹരീഷ് ഏട്ടനെന്ന് ആ കടയുടെ ഓണർ ആകട്ടെ, പിന്നെ നിനക്ക് എന്തെല്ലാം വാങ്ങി തരുമെന്ന് കണ്ടോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നികേഷ്. എത്ര ഉണ്ടെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇത് 70,000 രൂപയുണ്ട്. സുധീഷ് പറയുന്നു, ഹരീഷ് ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. സുഭാഷ് പറയുകയാണ്, ഇപ്പം 1,70,000 രൂപയുണ്ട്. ഇത് നീ ഓണറുടെ കയ്യിൽ കൊടുക്ക്, ബാക്കി പിന്നീട് തരാമെന്ന് പറ. ഒരു 2 ദിവസത്തെ അവധി മതി. ആ പണത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നികേഷിന്റെ അമ്മ. അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, ഹരീഷ്, നീ നിന്റെ കൈ കാണിച്ച്. നീ കടയുടെ ഓണർ ആകുന്നതിന് ഈ സുധീഷ് ഏട്ടന്റെ വക 60,000 രൂപ. അങ്ങനെ പണം ഹരീഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് സുധീഷ്. എല്ലാവരും വിശ്വസിക്കാനാകാതെ സുധീഷിനെ നോക്കുകയാണ്. നികേഷിന്റെ അമ്മ കണ്ണു തള്ളി നിൽക്കുന്നു. നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ, നന്നായി നോക്കണേ. മുകളിലിരിക്കുന്ന 2 നോട്ട് ഒറിജിനലും ബാക്കിയെല്ലാം ഫേക്ക് നോട്ടുകളും ആകാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ട് നിധി ചിരിക്കുകയാണ്. സുധീഷ് പറയുകയാണ്, എടാ, എന്നെ കണ്ടാൽ നിനക്ക് ഫ്രോഡായിട്ട് തോന്നുന്നുണ്ടോ? ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഫ്രോഡ് ആയിരിക്കും, പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഫ്രോഡ് ആകില്ല. നോക്കടാ, എല്ലാം ഒറിജിനൽ നോട്ടാ. എന്റെ അനുജന് വേണ്ടി ഓണറോട് ചോദിച്ചു വാങ്ങിച്ചോണ്ട് വന്നതാ. ഹരീഷ് ചോദിക്കും,
ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, എന്താണ് നീയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ സഹായിക്കില്ലേ? നീ ഞങ്ങളുടെ അനുജനല്ലേ? നിനക്ക് ഞങ്ങൾ തന്നില്ലെങ്കിൽ പിന്നെ വേറെ ആരാ തരിക? ഇത് കേട്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് സുഭാഷും ഹരീഷും. സുധീഷ് പറയുന്നു, ഈ വീട്ടില് ആദ്യമായിട്ട് ഓണറാകാൻ പോകുന്ന ആള് നീയാടാ. അത് ഈ സുധീഷ് ഏട്ടന് അഭിമാനമാടാ. നീ സന്തോഷമായിട്ടിരിക്കണം. ഹരീഷ് കരഞ്ഞുകൊണ്ട് സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. കണ്ണു നിറങ്ങിയ സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷും നിധിയും നികേഷും ഭാസ്കരനും. നികേഷിന്റെ അമ്മ ഹരീഷിന്റെ കയ്യിലിരിക്കുന്ന പണത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത്. സുഭാഷ് പറയുന്നു, 2,30,000 രൂപ റെഡിയായി. ഇനി 70,000 രൂപയും കൂടി മതി. നില ഒരു പേപ്പറിൽ INR 60,000 എന്ന് എഴുതി ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്താ ഏട്ടത്തി ഇതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ഇത് എന്റെ പങ്ക് 60,000 രൂപ. എന്താ ഇങ്ങനെ പേപ്പറിൽ എഴുതി തരുന്നതെന്ന് വിചാരിക്കണ്ട. ക്യാഷ് വൈകുന്നേരം 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേ കിട്ടത്തുള്ളൂ. വൈകിട്ട് ഞാൻ ക്യാഷ് ആയിട്ട് തന്നെ നിന്റെ കയ്യിൽ തരാം. അതാ ഇപ്പൊ ഞാൻ പേപ്പറിൽ എഴുതി തന്നത്. ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്തിനാ ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ തന്നെ ബുദ്ധിമുട്ടുന്നത്? നിധി ചോദിക്കാണ്, അതെന്താ എല്ലാവരും തരുമ്പോൾ ഞാനും തരണ്ടേ? ഞാനും തരും. സുഭാഷ് പറയുന്നു, മോളെ ഇതൊന്നും വേണ്ട, ബാക്കി പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്താ ഇത്? അപ്പൊ വെറുതെ പറയുന്നതാ അനീതിയാണെന്നൊക്കെ അല്ലേ? സുഭാഷ് പറയുന്നു, അയ്യോ അങ്ങനെയല്ല മോളെ. അപ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കണ്ടേ? നികേഷ് പറയുന്നു, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏട്ടത്തി പ്രോജക്ട് വർക്ക് ചെയ്താണ് ഈ പണം ഉണ്ടാക്കിയത്. ഹരീഷ് ഏട്ടന് വേണ്ടിയാണ് ഏട്ടത്തി അതെല്ലാം ചെയ്തത്. ഇത് കേട്ട് കണ്ണീര് തുടച്ചുകൊണ്ട് ഹരീഷ് പണവുമായി പുറത്തേക്ക് പോവുകയാണ്. നികേഷിന്റെ അമ്മ മറങ്ങി നിന്ന് ഹരീഷിനെ നോക്കുന്നുണ്ട്. ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന് നിധി ഹരീഷിനെ സമാധാനിപ്പിക്കുകയാണ്. ഹരീഷ് പറയുന്നു, ഏട്ടത്തെയും സുധീഷ് ഏട്ടനും ഒക്കെ പണം തരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എനിക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. നിധി പറയുന്നു, ഞങ്ങൾ എല്ലാവരും ഹരീഷിന്റെ ഒപ്പം ഉണ്ട്. കണ്ണീര് തുടയ്ക്ക്. അങ്ങനെ ഹരീഷിനെയും കൂടി അകത്തേക്ക് പോവുകയാണ് നിധി. പണം വേണ്ടി നോക്കി നികേഷ് പറയുന്നു, ഇപ്പം 2,90,000 രൂപയായി. നിധി പറയുകയാണ്, ഇനിയും 10,000 രൂപയുടെ കുറവുണ്ടല്ലോ. സുഭാഷ് പറയുകയാണ്, 10,000 അല്ലേ? അത് ശരിയാക്കാം മോളെ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബാക്കി പണവും കൂടി റെഡിയാക്കാൻ ഞാൻ. എന്റെ അക്കൗണ്ടിൽ എത്രയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് തന്റെ അക്കൗണ്ട് ബാലൻസ് നോക്കുകയാണ്. സുധീഷ് കണ്ണു തള്ളിയിരിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഒന്ന് കാണിക്കൂ സുധീഷ് ഏട്ടാ, ഒരുപാടുണ്ടെന്ന് തോന്നുന്നല്ലോ. സുധീഷ് ബാലൻസ് കാണിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, 22 രൂപ. സുഭാഷ് പറയുന്നു, 10,000 രൂപയല്ലേ ഉള്ളൂ, വൈകുന്നേരത്തിനുള്ളിൽ റെഡിയാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ ഒരു കവറ് നിധിയുടെ നേരെ നീട്ടിക്കൊണ്ട് ഇത് വാങ്ങിക്കാനായി പറയുകയാണ്. എന്താ ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, പിടിക്കാനല്ലേ പറഞ്ഞത്? ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പണമുണ്ട്. എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, എണ്ണി നോക്ക്. നിനക്ക് എണ്ണാൻ അറിയില്ലേ? അറിയാമെന്ന് നിധി തലയാട്ടുമ്പോൾ എണ്ണെന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് ആ പണം കൊടുത്തിട്ട് ഭാസ്കരൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എല്ലാവരും വിശ്വസിക്കാനാകാതെ ഭാസ്കരനെ നോക്കുകയാണ്. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും 50-ന്റെയും 10-ന്റെയും ഒക്കെ നോട്ടുകളുണ്ട്. അതിൽ 5 രൂപ കോയിൻസും 10 രൂപ കോയിൻസും 2 രൂപ കോയിൻസും എല്ലാം ഉണ്ട്. നിധി പണം വേണ്ടി നോക്കുമ്പോൾ കണ്ടു തള്ളി ഭാസ്കരനെ നോക്കുകയാണ് എല്ലാവരും. ഭാസ്കരൻ ചോദിക്കുന്നു, എണ്ണി കഴിഞ്ഞോ? എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എത്ര നേരമായി എണ്ണാൻ തുടങ്ങിയിട്ട്? നിധി പറയുന്നു, 10,655 രൂപ ഇതിനകത്തുണ്ട്. ഹരീഷിന്റെ തോളിൽ തട്ടി ഭാസ്കരൻ പറയുന്നു, എടാ ആ 655 രൂപ ഇങ്ങി വാങ്ങിക്ക്. ഹരീഷ് 655 രൂപ നിധിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഭാസ്കരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, നിനക്ക് 10,000 രൂപയുടെ കുറവല്ലേ ഉള്ളത്? ഇപ്പം 10,000 രൂപയായില്ലേ? എടാ അത് വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുത്ത് കടയുടെ മുതലാളിയാകാൻ നോക്ക്. ഈ 655 രൂപ ഇന്ന് എനിക്ക് മദ്യപിക്കാനുള്ളതാ. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. ഹരീഷ് കണ്ണു നിറങ്ങി നിൽക്കുകയാണ്. സുധീഷ് പറയുകയാണ്, ഈ വീട് ആകെ മാറിപ്പോയല്ലോ, എല്ലാവരും അങ്ങ് നല്ലവരായി പോയി. നികേഷിന്റെ അമ്മയും അവിടേക്ക് വരികയാണ്. നികേഷ് പറയുകയാണ്, എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഹരീഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എടാ ഹരീഷ്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നീ ഒന്ന് ചിരിക്കടാ ചിരിയടാ എന്ന് പറഞ്ഞ് ഹരീഷിനെ ഇക്കിടിയാക്കി ചിരിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുധീഷും നികേഷും സുഭാഷും. ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് നിധി. നികേഷിന്റെ അമ്മ ആ പണത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. ഇങ്ങോട്ടേക്ക് തിരിയുന്ന നിധി നികേഷിന്റെ അമ്മയെ ശ്രദ്ധിക്കുകയാണ്. അമ്മ പണത്തിലേക്കാണ് നോക്കുന്നതെന്ന് നിധിക്ക് മനസ്സിലാകുന്നു. സന്തോഷത്തോടുകൂടി നികേഷിന്റെ അമ്മ അടുക്കളയിലേക്ക് പോവുകയാണ്. ചുറ്റും നോക്കിയിട്ട് നികേഷിന്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സംശയത്തോടുകൂടി അടുക്കള വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി മറങ്ങി നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ഭർത്താവ് ചോദിക്കുന്നു, എന്താടി കാശ് റെഡിയാക്കാൻ പറ്റിയോ? നികേഷിന്റെ അമ്മ പറയുന്നു, അതെ, കാശ് റെഡിയായതുപോലെയാണ്. കണ്ണിന്റെ മുന്നിൽ കാശ് എണ്ണി വെച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ടപ്പാടെല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. നിധിക്ക് നികേഷിന്റെ അമ്മ ഫോണിൽ സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കാൻ പറ്റുന്നില്ല. നികേഷിന്റെ അമ്മ പറയുന്നു, ഞാൻ പെട്ടെന്ന് പണവുമായിട്ട് വരാം, ഒരു ദിവസം കൂടി ഒന്ന് ക്ഷമിക്കുക. സംശയത്തോടു കൂടി അകത്തേക്ക് കയറി വന്ന നിധി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരീഷിനെയും സുഭാഷിനെയും നികേഷിനെയും സുധീഷിനെയും ഒന്ന് നോക്കിയിട്ട് പറയുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ? നികേഷ് പറയുന്നു, ഒരു മിനിറ്റ് ഏട്ടത്തി, നമുക്ക് ഈ പണവും പിടിച്ചോണ്ട് നിന്ന് സെൽഫി എടുക്കാം. സുധീഷ് പറയുന്നു, ഓണർ ഹരീഷിന്റെ കയ്യിലേക്ക് പണം കൊടുക്ക്. കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് പണം ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നികേഷ്. എല്ലാവരും സന്തോഷത്തോടുകൂടി നിധിയുടെ ഫോണിലേക്ക് നോക്കുമ്പോൾ
നിൽക്കുമ്പോൾ നിധി സെൽഫി എടുക്കുകയാണ്. നിധിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് ഫോട്ടോ നോക്കുകയാണ് അവരെല്ലാവരും. നിധി സംശയത്തോടു കൂടി ഒരു ബക്കറ്റും എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. നികേഷിന്റെ അമ്മ ഫോണിലൂടെ പറയുന്നു, ഉടനെ ഒന്നും കിട്ടില്ല, ഇപ്പോഴാ പണമെല്ലാം എണ്ണി എത്ര ഉണ്ടെന്ന് നോക്കുന്നത്. പണമെല്ലാം എടുത്ത് അകത്ത് വെക്കട്ടെ, അതിനുശേഷം ഞാൻ നോക്കട്ടെ ആ പണം എടുക്കാൻ പറ്റുമോന്ന്. സംശയത്തോടു കൂടി നിധി മനസ്സിൽ പറയുന്നു, പണം അകത്ത് വെക്കട്ടെന്നോ? ശരി എന്ന് പറഞ്ഞ ഇങ്ങോട്ടേക്ക് തിരിയുന്ന നികേഷിന്റെ അമ്മ നിധിയെ കണ്ട് ഞെട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. നിധി സംശയത്തോടു കൂടി അമ്മയെ നോക്കുമ്പോൾ നിധിയെ നോക്കി പുഞ്ചിരിച്ച് അമ്മ പറയുന്നു, തുണി എടുക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ ഉണങ്ങിയ തുണികളെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അമ്മ. ടെൻഷനോടുകൂടി നിധിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയം ഭാസ്കരൻ അവിടേക്ക് വരികയാണ്. നിധി പറയുകയാണ്, പെട്ടെന്ന് 10,000 രൂപ അങ്ങ് എടുത്തു കൊടുത്തല്ലോ. ഭാസ്കരൻ പറയുകയാണ്, എടുത്തു കൊടുത്തു. 10,000 രൂപ കുറവ് വന്നാൽ അവൻ വേറെ ആരോട് ചോദിക്കാനാ? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. പെട്ടെന്ന് അങ്ങ് നല്ലവനായല്ലോ എന്ന് നിധി പറയുമ്പോൾ പുഞ്ചിരിച്ച ഭാസ്കരൻ പറയുകയാണ്, ഞാൻ എപ്പോഴും നല്ലവനാ മോളെ, മറ്റുള്ളവരുടെ കണ്ണിൽ ദുഷ്ടനായ ഒരു മനുഷ്യനാണ് ഞാൻ, അത്രേ ഉള്ളൂ. നിധി പറയുന്നു, ശരി ശരി, പക്ഷേ അച്ഛൻ പണം കൊടുത്തത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. സുഭാഷ് ഏട്ടൻ, സുധീഷ് ഇവരൊക്കെ പണം കൊടുത്തതുപോലെയല്ല, അച്ഛൻ പണം കൊടുത്തപ്പോൾ ഒരു ഹീറോയുടെ എൻട്രി പോലെയാണ് എനിക്ക് തോന്നിയത്. ഭാസ്കരൻ പറയുകയാണ്, ഹീറോയോ? ഞാനോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേലേ പറ്റുമല്ലേ? പോ മോളെ, നീ പോയി നിന്റെ ജോലി ചെയ്യ്. നിധി പറയുന്നു, ഞാനിന്ന് ചോദിക്കട്ടെ? ഭാസ്കരൻ പറയുകയാണ്, തുടങ്ങിയോ? പോ മോളെ, പോയി ജോലി ചെയ്യ്. എപ്പോഴും കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ തട്ടിക്കൊണ്ടിരിക്കുന്നത് കാണാലോ. നിധി പറയുകയാണ്, ഞാൻ തട്ടുന്നതൊക്കെ തട്ടിക്കോളാം, ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. ഭാസ്കരൻ പറയുന്നു, അയ്യോ ചോദിക്ക്. നിധി പറയുകയാണ്, അത് നിങ്ങളുടെ വൈഫല്ലേ, പിന്നെന്താ അവരോട് ഇത്രയും ദേഷ്യം? ഭാസ്കരൻ പറയുന്നു, വിചാരിച്ചു ഇത് തന്നെയായിരിക്കും ചോദിക്കുക എന്ന്. ഒന്ന് പോ മോളെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിലിരിക്കുന്ന ആ മദ്യക്കുപ്പി പിടിച്ചു വാങ്ങുകയാണ് നിധി. അതിന് താന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, തരില്ല, ഞാൻ ചോദിച്ചതിന് മറുപടി തന്നിട്ട് പോയാൽ മതി. ഭാസ്കരൻ പറയുകയാണ്, എന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ നീ അത് ഇല്ലാക്കി തരുമോ? ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർപ്പാക്കുന്ന ആളാണോ നീ? നിധി പറയുന്നു, ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛൻ എത്ര വയസ്സുണ്ട്? ഒരു 60 കാണുമോ? ഭാസ്കരൻ കണ്ണു തള്ളി നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, 60 ഇല്ല, 60-നടുത്ത് വരുന്നെന്ന് ചിന്തിച്ചോ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വൈഫ് തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച്, ഇത്രയും നാളും നീ എവിടെയായിരുന്നു, നിന്നെ കാണാതെ ഞാൻ വല്ലാതെ വിഷമിച്ചു, നിനക്ക് അതൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമെന്ന്. പക്ഷെ അച്ഛൻ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അവരെ കണ്ട ഉടനെ വഴക്ക് പറയാനായി തുടങ്ങി. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താ? ഇത്രയും വർഷങ്ങളായിട്ടും മറക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ഇടയിൽ എന്താണ് നടന്നത്? ഭാസ്കരൻ പറയുന്നു, മോളെ, നീ നല്ലൊരു പെൺകുട്ടിയാണ്, ഈ കുടുംബത്തിന് വേണ്ടി നീ ഒരുപാട് നല്ലത് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ സ്ത്രീയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാ. അവളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നീ മനസ്സിലാക്കും. ആ കുപ്പി നീ വെച്ചോ, അത് മദ്യമൊന്നുമല്ല, കാച്ചിയ എണ്ണയാ. അത് നന്നായി തലയിൽ തേച്ചു പിടിപ്പിക്ക്, മുടി നന്നായി വളരും. എപ്പോ നോക്കിയാലും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ നിധി പറയുകയാണ്, ഈ അച്ഛൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവരെ പറ്റി അറിയാൻ കഴിഞ്ഞേനെ, പക്ഷെ ഒന്നും പറയില്ലല്ലോ. അങ്ങനെ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് നിധി. തുടർന്നുള്ള റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.